ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നൊരു വാട്ടയിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കടലക്കറി ഉണ്ടാക്കുവാണ് ഇടിയപ്പത്തിന്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ വെച്ചിട്ട് സേവനാഴിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നും ദോശയും ഇഡലിയും മാറി മാറി വെച്ചോണ്ടിരിക്കുക. അതാണ് എനിക്ക് എളുപ്പം. ജിത്തൂട്ടിനെ വെച്ചോണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതേ ചായ റെഡിയായി. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഒരു ഗ്ലാസ് ചായ പോയിരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ കാപ്പിയുടെ കൂടെയും ചായ കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് അബിക്കുട്ടൻ എഴുന്നേറ്റു. അങ്ങനെ അബിക്കുട്ടനെ എടുത്തുകൊണ്ടെന്ന് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കാപ്പി കഴിച്ചു കേട്ടോ. അപ്പോൾ അബിക്കുട്ടന് ഞാൻ വാരി കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് നമുക്കിന്ന് കിട്ടിയ മീൻ നെത്തോലിയാണ്. അപ്പോൾ കുറേ നല്ല നെത്തോലിയും ചാള മാറി മാറിയാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നെത്തോലി വെള്ളത്തിൽ ഇട്ടിട്ട് അരി അടുപ്പത്തിടുവാണ് കേട്ടോ. അരി കഴുകിടുവാണ്. അതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മെഷീനിൽ ഇട്ട് നനയ്ക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ വിറകടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. പിന്നെ വേഗം വന്നിരുന്ന നെത്തോലി നുള്ളി കണ്ടിക്കുവാണ്. ശേഷം 1 മണിക്ക് ഉണ്ണാൻ വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് നമ്മൾ കറിയൊക്കെ റെഡിയാക്കണം. അങ്ങനെ നെത്തോലി അരച്ച് അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മുരിങ്ങാക്കയും തക്കാളിയൊക്കെ ഇട്ടു. പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെത്തോലി തിളച്ചപ്പം നല്ല മാങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയോടെ ചേർത്തു. നല്ല അടിപൊളിയായി മീൻ കറി. അതിനുശേഷം നമ്മൾ കടുക് വറുത്തിട്ട് മോരേറി വെക്കുകയാണ് കേട്ടോ. അപ്പം മോരേറിയിൽ ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. കടുകൊക്കെ വറുത്തിട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. ചിലർ വെള്ളരിക്കയൊക്കെ ഇടും. എനിക്ക് വെള്ളരിക്കനേക്കാൾ ഇഷ്ടം തക്കാളി ഇടുന്നതാണ് കേട്ടോ. അതാണ് എളുപ്പം. അപ്പോൾ അങ്ങനെ ഇതേ മോരേറി റെഡിയായി. പിന്നെ ഞാൻ കറിയിലൊക്കെ ഉപ്പിടുമ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഉപ്പിടുന്നത്. സ്പൂൺ വെച്ച് ഇടത്തില്ല കേട്ടോ. എനിക്ക് സ്പൂൺ വെച്ചിട്ട് ഉപ്പൊക്കെ കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടിടുന്നതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മീനെടുത്തിട്ട് പൊരിക്കുകയാണ്. നെത്തോലി അങ്ങനെ കൂടുതൽ വറുക്കാറൊന്നുമില്ല ഞങ്ങൾ. പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ സൈഷയുടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഇലയിലാണ് ചോറ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചായക്ക് മേടിച്ചുകൊണ്ടുവന്ന കടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഡെയിലി ഇപ്പം ഞാൻ വീട് തുടയ്ക്കാറുണ്ട്. ഹാളും ജിത്തൂട്ടൻ നടക്കുന്ന സ്ഥലങ്ങൾ മാത്രം പെട്ടെന്ന് തുടയ്ക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ആൾ ഇഴഞ്ഞിഴഞ്ഞ് തറയിലൊക്കെ എപ്പോഴും ഇഴച്ചിലാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തുടയ്ക്കുന്നത്. തുടച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ആയിട്ട് പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് ഇനി ഞാൻ ചായ ഇടാൻ പോവാണ്. ചായ ഇട്ടിട്ട് ഇനി വിളക്ക് വയ്ക്കണം കേട്ടോ. അങ്ങനെ ചായ ഇട്ടു. പിന്നെ പഴംപൊരിയും ഉള്ളിവടയും ചായയായിട്ട് കഴിച്ചു. അതിനുശേഷം വീണ്ടും ജിത്തൂട്ടിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾ ജോലിയുടെ ഇടയിൽ കിടന്ന് ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്താണ് ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് ചായ കഴിക്കുവാണ്. അതിന് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റ് വെച്ച് കഴിക്കുവാണ്. അമ്മയ്ക്കിതാ വീഡിയോ ജിത്തൂട്ടനാണെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് എടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം രാത്രി ശേഷം കടയ്ക്ക് പോയിട്ട് വന്നപ്പോൾ എന്തേ മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് ഒരാളുടെ മുട്ട ബജ്ജി കേട്ടോ. 5 രൂപയാണ് ഒരു മുട്ട ബജ്ജിയുടെ വില കേട്ടോ. അതുകൊണ്ട് ശേഷം ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്ടുണ്ട് ഒരാളുടെ. പിന്നെ പച്ചക്ക ബജ്ജിയുണ്ട്, അതും 5 രൂപ തന്നെയാണ്. പിന്നെ ചമ്മന്തി ഉണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ചോറും കഴിച്ച് ജിത്തൂട്ടിനെ കുറച്ച് കളിപ്പിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.